കാണാതായ മലേഷ്യൻ വിമാനം കിട്ടിയോ? കിട്ടിയില്ല. കിട്ടുമോ? കിട്ടിയെന്ന് പലരും, നുണയാണെന്ന് വേറെ ചിലരും. ഈ ഫോട്ടോകൾ ഇപ്പോൾ ലോകമാസകലം പ്രചരിക്കുകയാണ്. കടലിനടിയിലെ ഉപ്പുവെള്ളത്തിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് വെറും അസ്ഥികൂടങ്ങൾ മാത്രമായി വിമാനത്തിന്റെ സീറ്റുകളിൽ ഇരിക്കുന്ന യാത്രക്കാരുടെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം എന്നാണ് തലക്കെട്ടുകൾ. ഇത് വ്യാജമോ സത്യമോ? എന്താണ് വാസ്തവം? നുണകൾക്ക് പെട്ടെന്ന് തന്നെ സ്വീകാര്യത വരും. അത് വളരെ വേഗത്തിൽ പ്രചരിക്കും. ആളുകളിൽ അത് വിശ്വാസ്യതയുണ്ടാകും. എന്നാൽ സത്യത്തിന് ആ വേഗത ലഭിക്കില്ല. പക്ഷേ വിശ്വാസ്യത വൈകിയാണെങ്കിലും കൈവരും. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം തന്നെയാണ്. 10 വർഷത്തിന് മുൻപ് കാണാതായ മലേഷ്യൻ വിമാനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2014 മാർച്ച് 8-നായിരുന്നു മലേഷ്യൻ വിമാനം 13 രാജ്യങ്ങളിൽ നിന്നുള്ള 227 യാത്രക്കാർ ഉൾപ്പെടെ 239 പേരുമായി കൊലാലംപൂർ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്നത്. 1 മണിക്കൂറിന് ശേഷം വിമാനവുമായുള്ള എല്ലാ ആശയവിനിമയ സംവിധാനവും നഷ്ടപ്പെട്ടു. പിന്നീട് ഇതുവരെ ആ വിമാനത്തെക്കുറിച്ച് ഒരു വിവരവും ഒരാൾക്കുമില്ല. മലേഷ്യൻ അർദ്ധദ്വീപിനടുത്ത മലാക്ക കടലിന് മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നതായി റഡാറുകൾ കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് വിമാനത്തെക്കുറിച്ച് ഒരു വിവരവും ആർക്കുമുണ്ടായില്ല. ലോകം സാങ്കേതികമായി വളർച്ച കൈവരിച്ചെങ്കിലും ഇപ്പോഴും ഈ വിമാനത്തെ കണ്ടെത്താനോ എന്തെങ്കിലും വിവരങ്ങൾ നൽകാനോ ലോകത്തിനായിട്ടുമില്ല. അതിനിടെയാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിമാനം കണ്ടെത്തിയെന്നും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നും അവകാശപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും പ്രചരിച്ചതോടെ വലിയ ചർച്ചകൾക്ക് അത് വഴിവെച്ചു. ആഴക്കടൽ കൗതുകങ്ങൾ പങ്കുവെക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് വിമാനത്തിന്റെ ആഴക്കടലിൽ ദൃശ്യങ്ങൾ ആദ്യമായി പതിഞ്ഞത്. എന്നാൽ മലേഷ്യൻ വിമാനമല്ല ഈ വിമാനം. ഇത് ലോക്ഹീഡ് മാർട്ടിൻ L-1011 ട്രൈസ്റ്റാർ എന്ന വിമാനത്തിന്റെ ചിത്രങ്ങളാണ്. സ്കൂബ ഡൈവിംഗ് കമ്പനിയായ ഡീപ്പ് ബ്ലൂ ഡൈവ് സെന്ററാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ 2019 ജോർദാൻ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട വിമാനത്തിന്റെ ചിത്രങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത്. ലോക്ഹീഡ് മാർട്ടിൻ L-1011 ട്രൈസ്റ്റാർ എന്ന വിമാനം ജോർദാനിയൻ വാണിജ്യ വിമാനമായിരുന്നു. സർവീസ് നിർത്തിയ വിമാനം വർഷങ്ങളായി കിങ് ഹുസൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് അഖബ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അതോറിറ്റി ഈ വിമാനം വാങ്ങുകയും കൃത്രിമ ഡൈവിംഗ് സൈറ്റ് സൃഷ്ടിക്കാനായി കടലിലെ അഖബ ഉൾക്കടലിൽ വിമാനത്തെ മുക്കുകയുമായിരുന്നു. ഇത്രയും കാലം വെള്ളത്തിനടിയിൽ കിടന്നിരുന്നതിനാൽ വിമാന ചിറകുകളിൽ ചെറിയ പവിഴപ്പുറ്റുകൾ വളർന്നിരുന്നു. ഇത് വിമാനത്തിന്റെ പഴക്കം തോന്നാൻ കാരണമായി. അതേസമയം മലേഷ്യൻ വിമാനം ഇന്നും കാണാമറത്തി തന്നെ നിൽക്കുകയുമാണ്. അപ്പോൾ വിമാനത്തിനുള്ളിൽ കണ്ട അസ്ഥികൂടങ്ങൾ, സീറ്റിലിരിക്കുന്ന ദൃശ്യങ്ങളോ? അത് നമ്മുടെ സ്വന്തം AI നിർമ്മിച്ചെടുത്ത അടിപൊളിയൊരു ഫേക്ക് ചിത്രം. ഈ AI കാലത്ത് ഇതുപോലെ എന്തെല്ലാം ചിത്രങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം.